കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടിയിട്ട് തക്കാളി, വലിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഈ തക്കാളിയും വലിയ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് വിട്ടുതരികയാണ് കേട്ടോ. നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അതാ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് ആ എണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ വിരോധമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. സിമ്പിളാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ചമ്മന്തി, അതുപോലെ ദോശ, അതുപോലെ ഇഡ്ഡലി, അതിൽക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ എല്ലാവരും കാട്ടണമാതിരി കുറച്ച് വെള്ളം ചുവറ്റി ഒഴിച്ചൊക്കെ ചെയ്യാം കേട്ടോ. വെറുതെ ആ മസാല ഇന്ന് കളയണ്ടല്ലോ. അങ്ങനെ അത് നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അത് മിക്സി ഒന്ന് ചുഴറ്റി വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നവരുണ്ടാകും, ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അടിപൊളിയാണ് കേട്ടോ.